ഹായ് ഡിയേഴ്സ്, റെമഡി ടോക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ആശ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലിലൂടെ ടിപ്സ്, ട്രിക്സ്, ഹാക്സ്, റെമഡീസ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ എല്ലാവരുടെ അടുക്കളയിൽ ഇതുപോലെ കോപ്പർ കോട്ടിംഗ് ഉള്ള ഒരു പാത്രങ്ങൾ ഉണ്ടാവും അല്ലെ. അടുപ്പിലും ഗ്യാസിലും ഒന്നും വെച്ചില്ലെങ്കിലും കുറച്ചു കാലം യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ കോപ്പർ കോട്ടിംഗ് വരുന്ന ഭാഗത്തെ കളറൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ട് ആകെ മുഷിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ആ കോപ്പർ കോട്ടിങ്ങിന്റെ യഥാർത്ഥ കളർ നമുക്ക് തിരികെ കൊണ്ടുവരാനാവും. അപ്പൊ എന്തൊക്കെയാണ് ആ സാധനങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു റെമഡി നമ്മൾ ചെയ്യുക എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 സ്പൂൺ ഉപ്പ് പൊടിയാണ്, എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് അരമുറി ചെറുനാരങ്ങയാണ്. ഇപ്പൊ തന്നെ ഒരുവിധ ആളുകൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും. പണി വളരെ സിമ്പിളാണ്. നാരങ്ങാമുറി ഉപ്പിലിങ്ങനെ മുക്കിയിട്ട് കോപ്പർ കോട്ടിങ് വരുന്ന ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കണം. ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ റെമഡിയുടെ ലൈവ് റിസൾട്ട് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പുതിയതായിട്ട് മേടിക്കുമ്പോഴുള്ള ഒരു കോപ്പർ കോട്ടിംഗ് കളറൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടല്ലേ. ഒരു തരത്തിലും സ്ട്രെയിൻ ചെയ്യാതെ നമ്മുടെ പാത്രത്തിന് യാതൊരു തരത്തിലുള്ള ഡാമേജുകളോ തേയ്മാനോ ഒന്നും ഉണ്ടാവാതെ തന്നെ ഇത്ര എഫക്റ്റീവായിട്ട് റിസൾട്ട് തരാൻ കഴിയുന്ന ഒരു അടിപൊളി റെമഡിയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പാത്രങ്ങളൊക്കെ കഴുകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കോട്ടിങ് സഹിതം ഇളകിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാത്രത്തിന് നല്ല രീതിയിലുള്ള തേയ്മാനവും സംഭവിക്കും. അപ്പൊ ഇത്തരത്തിൽ ഉപ്പ് അല്ലെങ്കിൽ ചെറുനാരങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഡാമേജുകളും പാത്രത്തിന് സംഭവിക്കുന്നുമില്ല. നമുക്കധികം സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ റെമഡി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അടുത്തത്, നമ്മൾ സ്ഥിരമായിട്ട് ചായ തിളപ്പിക്കുന്ന പാത്രത്തിന്റെ ഇതുപോലെയുള്ള വശങ്ങളിലെല്ലാം ഒരു റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള ഒരു അഴുക്കുണ്ട്. അഴുക്കല്ല, ആ ചായപ്പൊടിയുടെ കറയുണ്ടാവും. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം ഇത്തരത്തിൽ ഒരു ഗോൾഡൻ കളർ പാത്രത്തിന്റെ അടിഭാഗത്തും വന്നിട്ടുണ്ടാവും. ഈ കളറും കറയും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ സെയിം സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ വീണ്ടും അതേ ചെറുനാരങ്ങയുടെ പീസിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഈ പാത്രത്തിന്റെ ഉൾവശവും അടിഭാഗവും ഒക്കെ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുക. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ആ കറ നല്ലപോലെ ഇളകിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ വെള്ളത്തിന്റെ കളർ കണ്ടോ? ആ കറയുടെ കളറാണ് അത് ആ വെള്ളത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ വലിയ ചെലവൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് ഉപ്പ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ ഇതിൽ കാണിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഉപ്പ് മുക്കിയിട്ട് ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ അടുക്കളയിലത്തെ സിങ്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു എണ്ണമെഴുക്കോ അല്ലെങ്കിൽ അഴുക്ക് ഇതുപോലെയുള്ള കറകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സിങ്കൊക്കെ നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ലൈറ്ററാണ്. അത് നമുക്കറിയാം പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ആ തുരുമ്പിന്റെ അംശമൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ തന്നെ ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളത്തിനകത്തൊന്നും കൊണ്ടുപോയി കഴുകരുത് കേട്ടോ. കാരണം ലൈറ്ററിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ആ ഒരു സ്പാർക്ക് കറക്റ്റായിട്ട് വരാണ്ടിരിക്കും. അപ്പൊ നമ്മൾ പിന്നീട് ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്ന സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ഇതൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുകയോ മറ്റോ ചെയ്യാൻ പാടുള്ളൂ. വെള്ളത്തിൽ കൊണ്ട് കഴുകി എടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പൊ ഞാൻ അതിന്റെ എല്ലാ വശങ്ങളിലും നല്ല രീതിയിലൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തുടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ തുരുമ്പിന്റെ അംശമൊക്കെ നല്ല രീതിയിൽ മാറിയിട്ട് നല്ല ആ സ്റ്റീൽ കളർ നല്ല രീതിയിൽ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്കത്തികൾ, വാക്കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും നമുക്ക് ഇതേപോലെ ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എത്ര കഴുകി ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും പല പച്ചക്കറികളുടെയും കറ കാരണമുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴുകിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തുരുമ്പ് പിടിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കറയും തുരുമ്പും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെരി സിമ്പിൾ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ സ്വയം ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് എത്രമാത്രം റിസൾട്ട് കിട്ടി, നിങ്ങൾ എത്രമാത്രം തൃപ്തരായി എന്നുള്ളത് എന്നോട് കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെമഡി ട്രിക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.